കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കേവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ഇഗ്നൈറ്റ് ദ ഹോപ്പിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിച്ച് തൻ്റെ പദ്ധതിയിൽ ആയിരിക്കുമ്പോൾ ഉള്ള അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയെപ്പറ്റിയാണ്. നമുക്ക് ചില വേദവാക്യങ്ങൾ വായിക്കാം. എഫേസ്യർ 2:10 നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ഇരമ്യാവ് 1:4-8 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിനു മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അയ്യോ, യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവജനം ദൈവത്തിൻ്റെ പദ്ധതി തന്നെക്കുറിച്ചുള്ളത് എന്തെന്ന് മനസ്സിലാക്കുകയും ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിച്ച് ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ജീവിക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. നമുക്കെങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ സജീവമായി പങ്കെടുക്കാം? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് അല്പസമയം ഒന്ന് ചിന്തിക്കാം. നാം ദൈവത്തിൻ്റെ പദ്ധതിയിലാണോ പോകുന്നത്? നാം ദൈവത്തിന് പ്രസാദകരമായ രീതിയിലാണോ ജീവിക്കുന്നത്? അങ്ങനെ ജീവിച്ചാൽ നാം ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കും. ദൈവത്തിൻ്റെ പ്രീതിയിൽ ജീവിക്കുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയത്രേ. നാം എല്ലാവരും ദൈവത്തിൻ്റെ പ്രീതിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി ജീവിതങ്ങളെപ്പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ പ്രീതി അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. നമ്മൾ പലരും ദൈവത്തിൻ്റെ വലിയ പ്രീതിയിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? അങ്ങനെ നാം ജീവിക്കണമെങ്കിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ വിളി എന്തെന്ന് നാം അറിയേണ്ടത് ആവശ്യമാണ്. ഇവിടെ നാം യിരെമ്യാ പ്രവാചകനെ പറ്റി വായിച്ചല്ലോ. ദൈവം തന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. തൻ്റെ അമ്മയുടെ ഉദരത്തിൽ യിരെമ്യാ പ്രവാചകൻ ഉരുവാകുന്നതിന് മുമ്പേ അദ്ദേഹത്തിനെ ദൈവം അതിനായി വേർതിരിച്ചു കഴിഞ്ഞു, വിശുദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? അയ്യോ, എനിക്ക് പരിചയമില്ലേ, ഞാൻ വെറും ബാലനാണേ, എനിക്ക് സംസാരിക്കാനൊന്നും അറിയില്ലേ എന്നൊക്കെ. അപ്പോൾ ദൈവം ഉറപ്പ് കൊടുക്കുന്നു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്ന്. ഞാൻ നിന്നെ വിടുവിക്കും, നീ ഭയപ്പെടേണ്ട. നിന്നെപ്പറ്റിയുള്ള എൻ്റെ പദ്ധതി അതാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്തിന് ഭയപ്പെടണം? ദൈവം നമ്മെ ഒരു പ്രത്യേക പദ്ധതിയിൽ ആക്കിയിരിക്കുന്നുവെങ്കിൽ അതിനുള്ള സഹായവും സംരക്ഷണവും എല്ലാം ദൈവം ചെയ്യും. എന്നാൽ നമുക്ക് ചുറ്റും പലരും തങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന രീതിയിൽ ഒക്കെ ജീവിക്കുന്നവരാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഹിതത്തിനൊത്ത് ജീവിച്ചാൽ ദൈവം നമ്മെ ആക്കുവാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ നാം ആകുകയാണെങ്കിൽ അതെത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണെന്നറിയാമോ? ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വിശ്വസ്തയോടെ ചെയ്താൽ നാം ദൈവത്തിൻ്റെ പ്രീതിയുടെ വലയത്തിൽ ആയിരിക്കുന്നു. അവിടെയാണ് നമുക്ക് ഫലം കായ്ക്കുവാൻ സാധിക്കുന്നത്. ഒരു ചെടി അത് നടേണ്ടടുത്ത് നട്ടാൽ
അതിന് ആവശ്യമായ വെള്ളവും കാലാവസ്ഥയുമൊക്കെ ഉള്ള സ്ഥലത്താണ് നട്ടിരിക്കുന്നതെങ്കിൽ അത് വളർന്ന് പുഷ്ടി വെച്ച് ഫലം കായ്ക്കും. ഇവിടെ യിരെമ്യാവിൻ്റെ കാര്യം കേട്ടല്ലോ. നമ്മളിൽ പലരും അതുപോലെയല്ലേ? ഉറപ്പില്ല ദൈവം അങ്ങോട്ട് പറഞ്ഞപ്പോൾ. ദൈവ പൈതലേ, ദൈവം വിളിച്ചിറക്കുമ്പോൾ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, അവൻ കൂടെയുണ്ട്. അവൻ നമ്മെ ഒരിക്കലും വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല. അവൻ നമ്മെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നു. നാം എത്തേണ്ടിടത്ത് അവൻ എത്തിക്കുക തന്നെ ചെയ്യും. അതിന് വേണ്ട സകലതും ദൈവം നൽകും. തൻ്റേതല്ലാത്ത വിളിയിൽ നടന്നാൽ ചിലപ്പോൾ സാഹചര്യങ്ങളൊന്നും ഒരുക്കി കിട്ടിയില്ലെന്ന് വരാം. അയ്യോ, എന്താ എനിക്ക് ശരിയാകാത്തത്? ഞാൻ ഇതിനകത്ത് ഇറങ്ങിയിട്ട് എന്താ എനിക്കങ്ങോട്ട് ഒരു പച്ച പിടിക്കാത്തത്? സഹോദര, ദൈവത്തിൻ്റെ ഹിതത്തിലാണോ നാം ജീവിക്കുന്നത്? ദൈവം നമ്മെ സൽപ്രവർത്തികൾക്കായി സൃഷ്ടിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പലരും അനേക സൽപ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ എപ്പോഴും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിളിയുണ്ട്. നാം എല്ലാവരും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആയിരിക്കുന്നു. അങ്ങനെ അല്ലാത്ത ആരും ഈ ഭൂമിയിലില്ല. ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ വിശേഷതയുള്ളവരായി സൃഷ്ടിച്ചിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും പല താലന്തുകളും ദൈവം തന്നിട്ടുണ്ട്, പല കഴിവുകളും ദൈവം തന്നിട്ടുണ്ട്. നാം അതൊക്കെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുമോ? ദൈവത്തിന് പ്രയോജനപ്പെടാതെ, ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാതെ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ചില്ല എന്ന് വരാം. ആ പദ്ധതിയിൽ നിന്ന് നാം നീക്കപ്പെട്ടേക്കാം. നമുക്ക് വേദപുസ്തകത്തിൽ ഒരു ഉദാഹരണം കാണാം. ഒരു രാജാവിൻ്റെ പ്രീതി നഷ്ടപ്പെടുത്തിയ ഒരു രാജ്ഞിയെപ്പറ്റി. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായം വായിച്ചാൽ ആ രാജ്ഞിയെപ്പറ്റി നമുക്ക് വായിക്കുവാൻ സാധിക്കും. അഹശ്വേരോസ് രാജാവിൻ്റെ ഭാര്യയായ വസ്തി രാജ്ഞി. അവൾ വളരെ സുന്ദരിയായിരുന്നു. രാജാവ് അവളുടെ സൗന്ദര്യത്തിൽ വളരെ ആകർഷിക്കപ്പെട്ടിരുന്നു. അതിൽ അവൻ വളരെ സന്തോഷിച്ചിരുന്നു. രാജാവ് ശൂഷനിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. 3-ാം ആണ്ടിൽ അവൻ സകല പ്രഭുക്കന്മാരെയും സ്ഥാനാധിപതികളെയും ഭൃത്യന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തി വലിയൊരു വിരുന്ന് കൊടുക്കുന്നു. 127 സംസ്ഥാനങ്ങളാണ് അതിലുണ്ടായിരുന്നത്. അഹശ്വേരോസ് രാജാവ് ഭരിച്ചിരുന്നത് ഹിന്ദു ദേശം മുതൽ ഖൂഷ് വരെയാണ്, ഇന്ത്യ മുതൽ എത്യോപ്യ വരെ. 127 സംസ്ഥാനങ്ങൾ. അവിടുത്തെ എല്ലാം പ്രഭുക്കന്മാരും സ്ഥാനാധിപതികളും ഒക്കെ വിരുന്നിന് എത്തിയിരിക്കുന്നു. പാഴ്സിയിലെയും മേദിയയിലെയും പ്രഭുക്കന്മാരും സ്ഥാനാധിപതികളും ഒക്കെ അവിടെ എത്തിക്കൂടിയിരിക്കുന്നു. വലിയ വിരുന്നാണ്. പല ആകൃതിയിലുള്ള പൊൻപാത്രങ്ങളിലാണ് രാജ വീഞ്ഞ് അവിടെ വിളമ്പിയത്. ഒരു നിബന്ധനകളുമില്ലായിരുന്നു. ആവശ്യമുള്ളതനുസരിച്ച് വിരുന്നുകാർക്ക് ഉപയോഗിക്കാം. മനോഹരമായ കല്ലുകൾ പതിച്ച ഇരിപ്പിടങ്ങളുണ്ടായിരുന്നു. വെൺകൽ തൂണുകളുണ്ടായിരുന്നു. മനോഹരമായ കേർട്ടൻസ് ഒക്കെ ഇട്ട് അലങ്കരിച്ച മനോഹരമായ തൻ്റെ ഉദ്യാന കവാടത്തിലാണ് ഈ വലിയ പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. രാജാവ് തൻ്റെ സകല മഹത്വവും സകല പ്രൗഢിയും എല്ലാവരെയും കാണിക്കുന്നു. അങ്ങനെ സകലതും ഈ രാജാവ് തൻ്റെ വിരുന്നുകാർക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം താൻ ഏറ്റവും വിലമതിക്കുന്ന തൻ്റെ രാജ്ഞിയുടെ സൗന്ദര്യം അത് എല്ലാവർക്കും ഒന്ന് കാണിക്കുവാൻ രാജാവ് ആഗ്രഹിച്ചു. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? തൻ്റെ ഷണ്ഡന്മാരെ അയച്ച്
രാജ്ഞിയെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചു. രാജ്ഞി എന്തു ചെയ്തു? രാജാവിൻ്റെ കൽപ്പനയെ മറുത്ത് അവിടേക്ക് വരാൻ കൂട്ടാക്കിയില്ല. രാജാവിന് തൻ്റെ സൗന്ദര്യം എല്ലാവരെയും ഒന്ന് കാണിക്കണം. വസ്തി രാജ്ഞി രാജാവിൻ്റെ ആഗ്രഹത്തിന് കീഴടങ്ങിയില്ല. രാജാവിൻ്റെ പ്ലാനും പദ്ധതിയും ഒന്നും അവൾക്കൊരു വിഷയമല്ലായിരുന്നു. അവൾ ഇവിടെ വിരുന്ന് നടക്കുന്ന സമയത്ത് മറ്റൊരു വിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ പദ്ധതികൾ എല്ലാം അവൾ മറന്നു. രാജാവിൻ്റെ കൽപ്പനയെ അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകത എല്ലാം രാജ്ഞി മറന്നു. എന്തു സംഭവിച്ചു? തൻ്റെ അടുത്തിരുന്ന 7 പ്രഭുക്കന്മാരുണ്ടായിരുന്നു. അവരോട് അഹശ്വേരോസ് രാജാവ് ഇപ്രകാരം ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? രാജ്ഞി എൻ്റെ കൽപ്പനയെ മറുതലിച്ചിരിക്കുന്നു. അപ്പോൾ പ്രഭുക്കന്മാരിൽ ഒരാൾ ഇപ്രകാരം പറഞ്ഞു, രാജാവേ, അവൾ നിന്നെ മാത്രമല്ല മറുതലിച്ചിരിക്കുന്നത്, സകലരെയും മറുതലിച്ചിരിക്കുന്നു. ഇന്നു മുതൽ മറ്റു പ്രഭുപത്നിമാരും വലിയവരും ചെറിയവരുമായ സകല ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കില്ല. അവരെല്ലാം അവരോട് മറുതലിക്കുവാൻ തുടങ്ങും. കാരണം വസ്തി രാജ്ഞി മാതൃക കാണിച്ചു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവർ ഒരു പദ്ധതി രാജാവിന് പറഞ്ഞു കൊടുത്തു. രാജാവിന് അത് നന്നേ ബോധിച്ചു. എന്തെന്നറിയാമോ? വസ്തി രാജ്ഞിയെ എന്നേക്കുമായി രാജസന്നിധിയിൽ നിന്ന് മാറ്റുക. അവളേക്കാൾ നല്ലവളായ മറ്റൊരുത്തിയെ രാജ്ഞിസ്ഥാനത്തേക്ക് ആക്കുവാനും അവർ ഉപദേശിച്ചു. ഇവിടെ എന്താണ് സംഭവിച്ചത്? വസ്തി രാജ്ഞി രാജാവിൻ്റെ പദ്ധതി ഒന്നും കൂട്ടാക്കിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മിൽ പലരും അങ്ങനെയാണ്. രാജാതി രാജാവിന് നമ്മെപ്പറ്റി ഒരു പദ്ധതിയുണ്ട്. നാം അവൻ്റെ മണവാട്ടി ആയിരിക്കുന്നു. അഹശ്വേരോസ് രാജാവിൻ്റെ ഏറ്റവും വിലമതിക്കുന്ന ഒന്നായിരുന്നു രാജ്ഞിയുടെ സൗന്ദര്യം. അത് അവൾ രാജാവിന് വേണ്ടി ഉപയോഗിക്കുവാൻ തയ്യാറായില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താതി കർത്താവും രാജാതി രാജാവുമായവൻ എന്നെയും നിങ്ങളെയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്നു. നാം അവൻ്റെ പദ്ധതിയിൽ ആയിരിക്കുന്നു. അവൻ നമ്മെ ചേർക്കുവാൻ വേഗം വരുന്നു. നാം ഒരുങ്ങിയിട്ടുണ്ടോ? വസ്തി രാജ്ഞി മറ്റൊരു വിരുന്ന് നടത്തുകയായിരുന്നു. അതുപോലെയാണ് നമ്മിൽ പലരും നമ്മളുടേതായ കാര്യങ്ങളിൽ നാം മുഴുകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികളെ ഒക്കെ മറന്ന് നമ്മുടേതായ സ്വന്തം ചിന്തയിൽ നിന്ന് നമുക്ക് പ്രസാദകരമായ, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന പലതിലും ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കുകയില്ല. രാജാതി രാജാവ് എന്നെയും നിങ്ങളെയും തനിക്കായി കണ്ടിരിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വന്തം സ്വരൂപത്തിലാണ്, തൻ്റെ സ്വന്തം കൈപ്പണിയാണെന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. തൻ്റെ സ്വന്തം ജീവശ്വാസമാണ് മനുഷ്യൻ്റെ മേൽ ദൈവം ഊതിയത്. ദൈവം അനേക ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. സമുദ്രത്തിലെ മത്സ്യങ്ങൾ, ആകാശത്തിലെ പറവകൾ, ഭൂമിയിൽ നടക്കുന്ന മൃഗങ്ങൾ, ഇഴജാതികൾ, അതിനെ ഒന്നും ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിട്ടില്ല. എന്നെയും നിങ്ങളെയുമാണ് ദൈവം സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ച് തൻ്റെ സ്വന്തം ജീവശ്വാസം ഊതിയത്. നമ്മോട് കൂട്ടായ്മ ആചരിക്കുവാൻ അവൻ നമ്മെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആയിരിക്കുന്നുവോ? നാം ദൈവത്തിൻ്റെ പ്രസാദ വലയത്തിലാണോ ജീവിക്കുന്നത്? അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നമുക്ക് നയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദ വലയത്തിൽ ആയിരിക്കണം. ദൈവം നമുക്ക് അനേക സമ്മാനങ്ങളും താലന്തുകളും ഒക്കെ നൽകിയിട്ടുണ്ട്. നന്നായി പാടുവാൻ കഴിയുന്നവർ എന്നെ കേൾക്കുന്നതിൽ പലരും കണ്ടേക്കാം. അത് നാം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുമോ? അങ്ങനെ പല കഴിവുകളുള്ളവരുണ്ട്. നന്നായി സംസാരിക്കുവാൻ കഴിവുള്ളവരുണ്ട്. അത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കുമോ? എനിക്ക് വലിയ മാധുര്യമായി സംസാരിക്കുവാനൊന്നും അറിയുന്ന വ്യക്തിയല്ല. എൻ്റെ ഉള്ള അറിവിൽ, എൻ്റെ ഉള്ള കഴിവിൽ
ഞാൻ എൻ്റെ കർത്താവിനെ സുവിശേഷിക്കുന്നു. എൻ്റെ കർത്താവ് ആരെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ നാം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുമോ? എല്ലാവരും ഈ മൈക്രോഫോണിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവ്, അത് ദൈവനാമ മഹത്വത്തിനും മറ്റുള്ളവർക്ക് പ്രയോജനത്തിനുമായി ഉപയോഗിക്കുവാൻ സാധിക്കും. നാം ദൈവകൃപയിലായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രീതിയിൽ പ്രസാദത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും. നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരും കരുതുന്നവരുമാകും. നാം മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരായിത്തീരും. നാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആയിരിക്കുന്നു. ദൈവരാജ്യത്തിൽ വലിയ വിരുന്ന് നടക്കും. നാം ആ വിരുന്നിലായിരിക്കുമോ, അതോ നമ്മുടെ സ്വന്തം വിരുന്ന് നാം തന്നെ ഉണ്ടാക്കി അതിലായിരിക്കുമോ? നാം സഭകളെ എടുത്തു നോക്കിയാലും പല സഭകളും ദൈവത്തിൻ്റെ പദ്ധതിയിലല്ല ഇന്ന് പോകുന്നത്. അവരുടേതായ അജണ്ടകൾ അവർക്കുണ്ട്, അവരുടേതായ ഉദ്ദേശങ്ങൾ. ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കുന്നതിന് പകരം തന്നെത്താൻ പേരുണ്ടാക്കാൻ ശ്രമിക്കുന്ന അനേകരുണ്ട്. നാം ഈ ലോകത്തിൽ ഉണ്ടാക്കുന്ന പേരിനൊന്നും ഒരു വിലയുമില്ല കേട്ടോ. അത് നമ്മോടുകൂടെ നശിച്ചു പോകും. നമ്മളുടെ കഥ കഴിയുമ്പോൾ അതും തീരും. നാം ആവശ്യമില്ലാതെ ലോകപ്രകാരം ലോകത്തിൻ്റെ വഴികളിലേക്ക് നടന്നാൽ അതൊന്നും നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്നതായിരിക്കില്ല. അതെല്ലാം നമ്മുടെ ജീവിതം ഈ ലോകത്ത് അവസാനിക്കുമ്പോൾ അതും അവസാനിക്കും. കുറേ നാൾ ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കും, ഇന്ന ആളോ ഇന്നതെല്ലാം ചെയ്തു കൂട്ടി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിനൊന്നും ഒരു വിലയുമില്ല കേട്ടോ. ദൈവത്തിൻ്റെ പദ്ധതിയിലായിരിക്കുമ്പോൾ, ദൈവം വിളിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ നാം വിശ്വസ്തയോടെ ചെയ്തു തീർക്കുമ്പോൾ നമുക്ക് വളരെ പ്രതിഫലമുണ്ട്. ദൈവത്തിൻ്റെ പ്രസാദവും നമുക്ക് ലഭിക്കും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമ്മാനങ്ങൾ, കഴിവുകൾ നാം ഉപയോഗിച്ചാൽ, നാം അത് വ്യാപാരം ചെയ്താൽ അത് വർദ്ധിച്ചു വരും. ഉപയോഗിക്കാതിരുന്നാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമുക്ക് താലന്തുകളുടെ ഉപമ അറിയാമല്ലോ. 5 കൊടുത്തു, 2 കൊടുത്തു, 1 കൊടുത്തു. 1 കൊടുത്തവൻ ഒന്നും ചെയ്യാതെ മൂടി വെച്ചു. അവൻ്റേതെടുത്ത് ഏറ്റവും കൂടുതൽ വ്യാപാരം ചെയ്തവനെ കേൾപ്പിച്ചു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അത്രേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രാപിച്ചാൽ നാം വളരെ ഫലപ്രദമായി, വളരെ ശക്തിയേറിയ ശുശ്രൂഷ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. നാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രാപിച്ച് ദൈവത്തിന് പ്രസാദകരമായി ജീവിച്ചാൽ നമ്മെ നോക്കി ചിരിക്കാനിരിക്കുന്നവരുടെ മുമ്പിൽ, നമ്മുടെ പരാജയം കാണുവാനിരിക്കുന്നവരുടെ മുമ്പിൽ, നമ്മളുടെ തകർച്ച കാണുവാനിരിക്കുന്നവരുടെ മുമ്പിൽ വളരെ വിജയകരമായ ഒരു ജീവിതം നയിച്ച് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു. ആ അധികാരം തന്നിരിക്കുന്നത് ദൈവമാണ്. പട്ടക്കാരനല്ല, പാസ്റ്ററല്ല, സെൻട്രൽ പാസ്റ്ററല്ല, മറ്റാരുമല്ല. ദൈവം നേരെ തന്നിരിക്കുന്ന അധികാരമാണ്. അതിനാർക്കും ചോദ്യം ചെയ്യാൻ പറ്റുകയില്ല. അതിനെ ആരും വിമർശിച്ചിട്ടും കാര്യമില്ല. അത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഒരു ദൈവ പൈതലിനെ ആർക്കും പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. ഒരു ദൈവ പൈതൽ ജയിക്കുവാനായി വിളിക്കപ്പെട്ടവനാണ്. നാം ഉയരങ്ങളിലേക്ക് പറക്കേണ്ടവരാണ്. നാം നിലത്ത് ഇഴയേണ്ടവരല്ല. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ഉയർച്ച തന്നെയാണ്, ജീവനാണ്, ജയമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കതിൽ വിശ്വസിക്കാമോ? നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജീവിക്കുമോ? നമുക്ക് ചുറ്റുമുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് കാര്യമാക്കേണ്ട കാര്യമേ ഇല്ല. നാം ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവൻ്റെ വിളിക്കനുസരിച്ച് മുന്നോട്ട് പോകുമോ? ആർക്കും പരാജയപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. കാരണം നമ്മെ വിളിച്ചിരിക്കുന്നവൻ ജയാളിയാണ്. അവൻ പിശാചിൻ്റെ തലയെ തകർത്ത് അന്ധകാരത്തിൻ്റെ ശക്തികളെ മുഴുവൻ പരാജയപ്പെടുത്തിയവനാണ്.
അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ജയിച്ചവനാണ്. ആ കർത്തൃകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു സമ്മാനമത്രേ ഈ വിശുദ്ധ വേദപുസ്തകം. ഇത് എന്നും വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്താൽ എങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ജീവിക്കാമെന്നും ദൈവത്തിൻ്റെ പ്രസാദം നമുക്ക് ലഭിക്കും എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. വിശുദ്ധ വേദപുസ്തകം ലോകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുസ്തകമാണ്. അത് തുറന്ന് വായിച്ചെങ്കിലേ അതിൻ്റെ മഹത്വം നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ഒരു മനോഹരമായ പെട്ടിയുണ്ടെന്ന് വിചാരിച്ചു. ആ പെട്ടിയിൽ നിറയെ രത്നങ്ങളാണ്, വളരെ വിലപ്പെട്ട രത്നക്കല്ലുകൾ. വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഈ പെട്ടിയിൽ അടങ്ങിയിരിക്കുന്നത് വളരെ വിലപിടിപ്പുള്ള കാര്യങ്ങളാണ് എന്ന്. പക്ഷേ ആരും അത് കണ്ടിട്ടില്ല. അത് തുറക്കാതെ ആർക്കും അതിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കില്ല. അതിനകത്ത് ഇരിക്കുന്നത് നല്ലതാണെന്ന് എല്ലാവർക്കും അറിവുണ്ട്. നാം അത് കാണാനൊന്ന് ആഗ്രഹിക്കില്ലേ? ഈ പെട്ടി ഒന്ന് തുറന്നു നോക്കുവാൻ നാം ആഗ്രഹിക്കില്ലേ? അത് തുറക്കുമ്പോൾ അതിനകത്തുള്ളത് എന്തെന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് വേദപുസ്തകം പലരുടെയും വീട്ടിൽ പൊടി പിടിച്ച് ഇരിക്കുകയായിരിക്കാം. അതൊന്ന് തുറന്നു വായിച്ചാൽ നമുക്ക് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ ദിവ്യവചനങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയ വചനങ്ങൾ നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കും. നമുക്ക് നിരാശയിൽ ജീവിക്കേണ്ട കാര്യമില്ല, ദുഃഖത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല, ജീവിത പ്രശ്നങ്ങൾ വലയേണ്ട കാര്യമില്ല. ഈ വചനങ്ങൾ നമ്മെ സ്വതന്ത്രരാക്കും. പാപത്തിൻ്റെ പിടിയിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കും. ആ മാറ്റമില്ലാത്ത ദൈവവചനം നമ്മെ കഴുകി ശുദ്ധരാക്കും. നാം ഒന്ന് തുറന്ന് വായിക്കുമോ? എന്നും വേദപുസ്തകം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മെ സ്വാതന്ത്ര്യത്തിനായിട്ട് സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നു. പിശാചിൻ്റെ പദ്ധതികൾക്കൊന്നും നമ്മുടെ മേൽ ഒരു അധികാരവുമില്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പല മനുഷ്യരും നമ്മെ അറ്റാക്ക് ചെയ്തേക്കാം. അവർ പിശാചിൻ്റെ വെറും ഉപകരണങ്ങൾ മാത്രം. എഫേസ്യർ 6:12 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ദൈവം അതിനെയെല്ലാം ചെറുത്തു നിൽക്കുവാൻ നമുക്ക് അധികാരം തന്നിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നിരിക്കുന്നു. പിശാചിൻ്റെ ഒരു തന്ത്രങ്ങൾക്കും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പോകുന്ന ഒരു വ്യക്തിയോട് നടക്കില്ല. അവൻ്റെ ഒരു പരിപാടികളും നടക്കില്ല. അവൻ പരാജയപ്പെടുക തന്നെ ചെയ്യും. ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിച്ചിരിക്കുന്നു. മത്തായി 10:1 ഇപ്രകാരം വായിക്കാം: അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറിപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. എന്നെ നിങ്ങളെയും അധികാരപ്പെടുത്തിയിരിക്കുന്നത് രാജാതിരാജനും കർത്താതി കർത്താവുമായ ദൈവമാണ്. നാം രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുമെന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. ദൈവജനം ദൈവത്തെ ആരാധിക്കണം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടവരാണ്. ദൈവം പ്രസാദിക്കുന്ന ഒരു കാര്യമത്രേ ആരാധന. അവൻ നമ്മുടെ ആരാധനയിൽ വസിക്കുന്നു. നമ്മുടെ സ്തുതികളിൽ മേലാണ് ദൈവം വസിക്കുന്നത്. ആ രാജാതിരാജൻ കർത്താതി കർത്തൻ എന്നെയും നിങ്ങളെയും തൻ്റെ സന്നിധിയിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ
ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമുക്ക് ആയിത്തീരാം. സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നു. മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ, മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഗലാത്യർ 2:20 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് വ്യക്തിപരമായി പരിചയമുണ്ടോ? അവൻ നിങ്ങളുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലെങ്കിൽ, അവൻ നിങ്ങളുടെ ദൈവവും കർത്താവുമായി നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് താഴ്മയോടെ നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമോ? അവനിൽ കൂടെ അല്ലാതെ എനിക്കും നിങ്ങൾക്കും വിടുതലില്ല. രാജാതിരാജൻ തൻ്റെ മണവാട്ടിയെ ചേർക്കുവാൻ വേഗം വരുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പുണ്യാഹ രക്തത്താൽ എന്നെയും നിങ്ങളെയും വിലക്ക് വാങ്ങിയിരിക്കുന്നു. പാപത്തിൽ ആയിപ്പോയ മനുഷ്യനെ പിതാവിനോട് കൂട്ടായ്മയിൽ എത്തിച്ചു. നിത്യജീവനെ അവകാശമായി തന്നിരിക്കുന്നു. നാം ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിനോടുകൂടി കൂട്ടവകാശികളും ആയിരിക്കുന്നു. നമ്മെ ഏൽപ്പിച്ച ദൗത്യം നാം ഏറ്റെടുക്കുമോ? ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ, താലന്തുകൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുമോ? നിങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഇന്ന് താഴ്മയോടെ കടന്നു വരുമോ? അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം, ദൈവത്തിൻ്റെ പ്രസാദം വലയത്തിനുള്ളിൽ ജീവിക്കുവാൻ സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇഗ്നൈറ്റ് ദ ഹോപ്പ് പ്രയർ ടീം നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തുതിക്കുന്നു. കർത്താതികർത്തനും രാജാതിരാജവനും ആയവൻ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നല്ലോ. മഹത്വകരമായ ഒരു പദ്ധതിക്കായി അവിടെ ഞങ്ങളെ കണ്ടിരിക്കുന്നല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രശ്നത്തിലായിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ. വേദനയിലും കഷ്ടത്തിലുമായിരിക്കുന്നവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്വാസം പ്രാപിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിച്ച് ജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഇടയാകട്ടെ. സകല മാനവും മഹത്വവും അവിടുത്തേക്കപ്പ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പുത്രന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹമായവൻ ഇറങ്ങി നമ്മെ രക്ഷിച്ചു. നമുക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു, നമ്മോടൊപ്പം നടന്നു. അവൻ നമ്മുടെ രക്ഷകനാണ്. അതൊരു മതമല്ല. ഇന്നും നമ്മെ രക്ഷിക്കുവാൻ അവിടുന്ന് ശക്തനാണ്. ആ നാമമാണ് യേശു ക്രിസ്തു.